എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. യൂണിറ്റ് 1 റെയിൻ ഓഫ് ലവ്. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഈ പിക്ചറിനെ നിങ്ങൾക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റൂല്ലേ? അപ്പോൾ നിങ്ങൾ എഴുതി നോക്കുക. എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്? ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, എ ഗേൾ, എ ബോയ്, ഫാദർ, മദർ, അല്ലേ? പിന്നെന്താണ്? കുറച്ച് ഹെൻ, അല്ലെ? ഹെൻ കോക്ക് ഉണ്ട്. പിന്നെന്താണ്? കോക്കനട്ട് ട്രീസ് ഉണ്ട്, പാഡി ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു പിക്ചർ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ ശ്രമിച്ചു നോക്കൂ കേട്ടോ. ഫാമിലി ട്രീ. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ യുവർ ഫാമിലി? നിങ്ങളുടെ ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ആണുള്ളത്? ഹൂ ആർ ദേ? ആരൊക്കെയാണ്? ഹിയർ ഈസ് എ ഫാമിലി ട്രീ. ഇതൊരു ഫാമിലി ട്രീ ആണ് കേട്ടോ. ഇതിന്റെ അപ്പുറത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. കളക്ട് ഡീറ്റെയിൽസ് ഓഫ് യുവർ പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസ്, എക്സെട്ര. റൈറ്റ് ദെയർ നെയിംസ് ആൻഡ് കംപ്ലീറ്റ് ദ ഫാമിലി ട്രീ. അപ്പോൾ ഇതേപോലെ ഒരു ഫാമിലി ട്രീ വരയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിൽ നിങ്ങളുടെ പേരെഴുതുക. മദർ, ഫാദർ, ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, ഫാദറിൻ്റെ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, അങ്ങനെ ഗ്രാൻഡ് മദറിൻ്റെ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും, ഗ്രാൻഡ് ഫാദറിൻ്റെ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും, അങ്ങനെ എല്ലാവരുടെയും പേര് കളക്ട് ചെയ്തിട്ട് ഇതേപോലെ ഇപ്പം നിങ്ങൾ ടെക്സ്റ്റിൽ ചെയ്യേണ്ട ഒരു ചിത്രം വരച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചാപ്റ്ററിന്റെ പേര് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്നാണ്. ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ. ഡു യു ഹാവ് എ ഗ്രാൻഡ് ഫാദർ? നിങ്ങൾക്ക് ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഒക്കെ ഉണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് അവരുടെ കൂടെ ജീവിക്കുന്നത്? അപ്പോൾ ദിസ് ബോയ് ഹാസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. ഈ ഒരു കുട്ടിക്ക് ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഉണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ് ജീവിക്കുന്നത് നമുക്ക് നോക്കാം. ദിസ് ഈസ് രാജാസ് ഫാമിലി. ഇത് രാജയുടെ ഫാമിലിയാണ്. ഓക്കെ, രാജയുടെ ഫാമിലിയാണ്. ദ ബോയ്സ് നെയിം ഇസ് രാജ. Can you guess who the members of his family are? ആരൊക്കെയാണ് ഈ ഒരു ഫാമിലി, രാജയുടെ ഫാമിലിയിലെ മെമ്പേഴ്സ്? യെസ്, ഫാദർ ഉണ്ട്, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ. ഹൂ ഡസ് രാജ ലൈക്ക് ദ ബെസ്റ്റ് ഇൻ ഹിസ് ഫാമിലി? രാജയ്ക്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? നമുക്ക് നോക്കിയാലോ. റീഡ് ദ സ്റ്റോറി ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ടു ദീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് പാഠം വായിച്ചതിന് ശേഷം എന്താണ് ഇതിൻ്റെ കഥ എന്ന് നോക്കാം. ആരൊക്കെയാണ് ഈ ഒരു രാജയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്നൊക്കെ നമുക്ക് നോക്കാം. മൈ ഹോം. എവ്രിബഡി കോൾഡ് മീ രാജ. It is not my real name, but I liked being called Raja. അപ്പം എല്ലാവരും, എവ്രിബഡി കോൾഡ് മീ രാജ. എല്ലാവരും ഈ കുട്ടീനെ വിളിക്കുന്ന പേരെന്താണ്? രാജ എന്നാണ്. ശരിക്കും അതാണോ അവൻ്റെ റിയൽ നെയിം? നോ, ഇറ്റ്സ് നോട്ട് മൈ റിയൽ നെയിം. അതല്ല അവൻ്റെ ശരിക്കുള്ള പേര്. ബട്ട് ഐ ലൈക്ഡ് ബീയിങ് കോൾഡ് രാജ. പക്ഷെ എനിക്കിഷ്ടമാണ് അങ്ങനെ രാജ എന്ന് വിളിക്കുന്നത്. ആർക്കിഷ്ടമാണ്? ഈ കുട്ടിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഐ ലിവ്ഡ് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. അപ്പോൾ ആരുടെ കൂടെയാണ് ഇവൻ ജീവിക്കുന്നത്, രാജ ജീവിക്കുന്നത്? യെസ്, ഹി ലിവ്ഡ് വിത്ത് ഹിസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് മദറിൻ്റെ കൂടെയാണ് രാജ ജീവിക്കുന്നത്. ഓക്കെ, ദേ വേർ മൈ ഗാർഡിയൻസ്. ഗാർഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രക്ഷിതാക്കൾ. അപ്പൊ അവരാണ് ഈ രാജയുടെ രക്ഷിതാക്കൾ, ഗാർഡിയൻസ്. ഓക്കെ, മൈ മദർ ഡൈഡ് വെൻ ഐ വാസ് യങ്. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ രാജയുടെ ചെറുപ്പത്തിൽ തന്നെ രാജയുടെ അമ്മ മരിച്ചുപോയി. മൈ മദർ ഡൈഡ് വെൻ ഐ വാസ് യങ്. മൈ ഫാദർ ലെഫ്റ്റ് മീ വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ് ഹു ബ്രോട്ട് മീ അപ്പ്. അവൻ്റെ അച്ഛൻ അവനെ വിട്ടിട്ട് പോയി, അല്ലേ? ആരുടെ അടുത്താക്കിയിട്ടാണ് പോയത്? ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്താക്കിയിട്ട്. അവരാണ് ഇവനെ വളർത്തിയത്. ഹു ബ്രോട്ട് മീ അപ്പ് എന്ന് പറഞ്ഞാൽ അവനെ വളർത്തി വലുതാക്കിയത് ആരാണ്?
യെസ്, ഗ്രാൻഡ് പാരൻസ് ആണ്. ഓക്കെ, വി ലിവ്ഡ് ഇൻ എ ലാർജ് ഹൗസ്. അപ്പൊ എവിടെയാണ് ഈ രാജ ജീവിക്കുന്നത്? they lived in a large house, but we were a small family. ചെറിയ ഫാമിലിയാണ് അല്ലെ. we were a small family. ആരൊക്കെയാണ്? ഗ്രാൻഡ് പാരൻസും രാജയും മാത്രമേ ഉള്ളൂ. ആരൊക്കെയാണുള്ളത് എന്ന് ഇവിടെ കൊടുക്കുന്നുണ്ട്. they were grandfather, grandmother, uncle and I. ആരൊക്കെയാണുള്ളത്? ഗ്രാൻഡ് ഫാദർ ഉണ്ട്, ഗ്രാൻഡ് മദർ ഉണ്ട്, അങ്കിൾ ഉണ്ട്, പിന്നെ രാജയുണ്ട് അല്ലെ. 4 പേര് മാത്രമാണ് ഇവിടെ ജീവിക്കുന്നുള്ളൂ. We had many relatives, but they lived in their own houses. ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട് ഇവർക്ക്, പക്ഷേ അവരൊക്കെ അവരുടേതായ വീടുകളിലാണ് താമസിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്തത് ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഗ്രാൻഡ് ഫാദർ വാസ് എ ടോൾ സ്ട്രോങ് മാൻ. ഗ്രാൻഡ് ഫാദർ ഒരു ടോൾ സ്ട്രോങ് മാൻ ആണ്. ഹി ഓൾവേസ് സ്പോക്ക് ഇൻ എ ലൗഡ് വോയിസ്. ഹി ഓൾവേസ് സ്പോക്ക് ഇൻ എ ലൗഡ് വോയിസ്. നല്ല ഉറക്കെയാണ് സംസാരിക്കുന്നത്. ഹി ന്യൂ എവ്രി വൺ ഇൻ ദ വില്ലേജ്. ആ വില്ലേജിലത്തെ എല്ലാവരെയും ഈ രാജയുടെ ഗ്രാൻഡ് ഫാദറിന് അറിയാം. പീപ്പിൾ റെസ്പെക്റ്റഡ് ഹിം. എല്ലാവരുടെയും ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ഓക്കെ, പീപ്പിൾ റെസ്പെക്റ്റഡ് ഹിം, അതായത് ഗ്രാൻഡ് ഫാദറിനെ എല്ലാവർക്കും ഭയങ്കര ബഹുമാനമാണ്. ദേ കെയിം ടു ഹിം ഫോർ അഡ്വൈസ് ആൻഡ് ഹെൽപ്പ്. അവിടെ ആ നാട്ടിലത്തെ ജനങ്ങൾ, അതായത് ആ വില്ലേജിലത്തെ ജനങ്ങൾ എല്ലാവരും ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് വന്നിട്ടാണ് എന്തെങ്കിലും സഹായങ്ങൾ ചോദിക്കുകയെ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശങ്ങൾ ചോദിക്കാനൊക്കെ വരുന്നത്. ആരാണ്? വില്ലേജിലത്തെ ആളുകൾ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. ഓക്കെ, ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഡു യു തിങ്ക് രാജാസ് ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ റെസ്പെക്റ്റഡ് ബൈ എവ്രി വൺ? എല്ലാവരിനാലും ബഹുമാനിക്കപ്പെടുന്ന ഒരാളാണ് ഈ ഒരു ഗ്രാൻഡ് ഫാദർ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Pick out sentences from the story to justify your answer. ഈ ഒരു സ്റ്റോറി, ഈ സ്റ്റോറിയിൽ നിന്നും ഇങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള സെന്റൻസസ് എടുത്ത് എഴുതാനാണ് പറയുന്നത്. ഏതാണ്? പീപ്പിൾ റെസ്പെക്റ്റഡ് ഹിം, ദേ കെയിം ടു ഹിം ഫോർ അഡ്വൈസ് ആൻഡ് ഹെൽപ്പ്. അപ്പൊ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, അടുത്തത് ഗ്രാൻഡ് മദറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഗ്രാൻഡ് മദർ വാസ് ജെന്റിൽ, കൈൻഡ് ആൻഡ് ജെന്റിൽ. ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൈൻഡ് ആണ്, കെയറിങ് ആണ്, അതുപോലെ തന്നെ പതുക്കെ നല്ല സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. നല്ല കെയറിങ് ആണ്, നല്ല ഒരു ജെന്റിൽ ക്യാരക്ടറാണ്. ഷീ ടുക്ക് ഗുഡ് കെയർ ഓഫ് മീ. ഗ്രാൻഡ് മദർ ആണ് എന്നെ നന്നായിട്ട് നോക്കുന്നത്. She would follow me like a shadow, saying, drink this milk, or eat your food, or have your bath, or go to bed. ഇതുപോലൊക്കെ നിങ്ങളുടെ അമ്മമാരും പറയുന്നുണ്ടാവും അല്ലേ? എന്താണ്? ഈ പാല് കുടിക്കി, ഭക്ഷണം കഴിക്കി, കുളിക്കി, ഉറങ്ങാൻ പോ എന്നൊക്കെ നിങ്ങളുടെ അമ്മമാരോ അല്ലെങ്കിൽ ഗ്രാൻഡ് മദേഴ്സോ ഒക്കെ നിങ്ങളെ പിന്നാലെ നടന്ന് പറയുന്നുണ്ടാവും അല്ലേ? പക്ഷെ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമോ? ഇല്ല. സോ ലൈക്ക് ദാറ്റ് രാജ, ഐ ഡിഡ് നോട്ട് ലൈക്ക് ദിസ്. രാജയ്ക്കും ഇതുപോലെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഇങ്ങനെ പറയുന്നത്. ബട്ട് സ്റ്റിൽ ഐ ലവ്ഡ് ഹർ വെരി മച്ച്. പക്ഷേ എന്നാലും എനിക്ക് ഗ്രാൻഡ് മദറിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ യു ഫീൽ ഇഫ് സംബഡി ഇൻസിസ്റ്റ് യു ടു ഡു സംതിങ്? നിങ്ങളോട് ഒരാൾ എപ്പോഴും അത് ചെയ്യ്, ഇത് ചെയ്യ്, അങ്ങനെ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾ എഴുതി നോക്കാം കേട്ടോ. ഡു യു ലൈക്ക് ദാറ്റ്? നിങ്ങൾക്കത് ഇഷ്ടമാണോ? നോ, നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല അല്ലേ? പക്ഷേ യു ഹാവ് ടു ലൈക്ക് ദാറ്റ്. കാരണം എന്താണ്? നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. ബിക്കോസ് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും പറയുന്നതൊക്കെ കേൾക്കണം കേട്ടോ. മദേഴ്സ് ആയാലും അല്ലെങ്കിൽ ഗ്രാൻഡ് മദേഴ്സ് ആയാലും അവരൊക്കെ പറയുന്നത് നിങ്ങൾ അത് കേട്ട് അതനുസരിക്കണം. അടുത്തത്, അപ്പൊ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഗ്രാൻഡ് മദറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ആരാണ്?
അങ്കിൾ അല്ലെ, അങ്കിളിനെ കുറിച്ച് നമുക്ക് പറഞ്ഞാലോ. മൈ അങ്കിൾ വാസ് യങ് ആൻഡ് വെരി ക്ലെവർ. അങ്കിൾ എന്ന് പറഞ്ഞാൽ യങ് ആണ്, ഭയങ്കര ചെറുതാണ്, അതുപോലെ തന്നെ വെരി ക്ലവർ ആണ്, നല്ല ബുദ്ധിമാനാണ്. ഹി ഹെൽപ്ഡ് ഗ്രാൻഡ് ഫാദർ ഇൻ ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് ഫീൽഡ്സ് ആൻഡ് ഗാർഡൻ. അങ്കിൾ എന്താണ് ചെയ്യുന്നത്? അങ്കിൾ ഹെൽപ്ഡ് ഗ്രാൻഡ് ഫാദർ. അങ്കിൾ ഗ്രാൻഡ് ഫാദറിനെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെ? ഇൻ ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് ഫീൽഡ്സ് ആൻഡ് ഗാർഡൻസ്. അവരുടെ ഗ്രാൻഡ് ഫാദറിന്റെ പാടങ്ങളും അതുപോലെ തന്നെ പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നോക്കി നടത്തുന്നത് ആരാണ്? അങ്കിളാണ്. പീപ്പിൾ ലൈക്ഡ് ഹിം ആൻഡ് ഐ ടു ലൈക്ഡ് ഹിം വെരി മച്ച്. ജനങ്ങൾക്ക് എല്ലാവർക്കും അങ്കിളിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും, അതായത് രാജിക്കും ഭയങ്കര ഇഷ്ടമാണ് എന്നാ പറയുന്നത്. Whenever I was in trouble, uncle would come to my help. ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടിലാണെങ്കിൽ, എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടുകയാണെങ്കിൽ ആരാണ് ഹെൽപ്പ് ചെയ്യുക? യെസ്, അങ്കിൾ വുഡ് കം ടു മൈ ഹെൽപ്പ്. ഓക്കെ, അപ്പൊ അങ്കിളാണ് എന്നെ സഹായിക്കാറുള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ഹു ഹെൽപ്സ് യു ഇൻ യുവർ ഫാമിലി വെൻ യു ആർ ഇൻ ട്രബിൾ. നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രബിൾ വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? കാണുന്നവര് കമന്റ് ചെയ്യുക കേട്ടോ. ആരാണ് നിങ്ങളെ ട്രബിൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഒന്ന് കമന്റിൽ അറിയിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും നമ്മൾ ഇന്ന് എടുക്കുന്നുള്ളൂ. അപ്പൊ നാളെ നമുക്ക് വേറെ വിഷയമായിട്ട് വരാം കേട്ടോ. അപ്പൊ എല്ലാവരും ഈ ചാപ്റ്റർ ഇതുവരെ നന്നായിട്ട് വായിക്കുക. ഇതിലറിയാത്ത വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി പഠിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്പെല്ലിങ് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, എല്ലാവരും ചാപ്റ്റർ 1, 2, 3 തവണ വായിച്ചാലും കുഴപ്പമില്ല. നന്നായിട്ട്, നല്ല ഈസി ചാപ്റ്റർ അല്ലേ. അപ്പോൾ വായിക്കാൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കേട്ട് നോക്കുക ഈ ഒരു ക്ലാസ്. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് ഇവിടെ നിർത്തിയാലോ. അപ്പോൾ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് മറ്റേ ക്ലാസ് തുടങ്ങുമ്പോഴത്തേനും നമുക്കൊന്നും കൂടി മനസ്സിലാവും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ കമൻസ് ഉണ്ടെങ്കിലാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പവർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.